ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ സാമൂഹ്യശാസ്ത്രവും വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. പ്രവർത്തനം 1: കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ആണ് ചരിത്ര മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? പ്രാചീന കാലത്തെ ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയുടെ പേരുകൾ എഴുതുക. ഒന്നാമത്തെ നമുക്കറിയാം എന്താണ് കൂട്ടുകാരെ? അതെ, നന്നങ്ങാടിയാണല്ലേ. 2 കുടക്കല്ല്. 1 നന്നങ്ങാടി, 2 കുടക്കല്ല്. ദെൻ ബി ക്വസ്റ്റ്യൻ: സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാൻ തീരുമാനിച്ചു. എന്തെല്ലാം വസ്തുക്കൾ ശേഖരിക്കാം? പഴയകാല പാത്രങ്ങൾ, പിന്നെന്തൊക്കെയാണ്? അതുപോലെ നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ. എന്തൊക്കെയാണ്? നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ. കൂട്ടുകാർ എന്ത് ചെയ്താൽ മതി? ഇതിലേതെങ്കിലും 3 നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓക്കെ. ദെൻ പ്രവർത്തനം 2 നോക്കാം. രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യമുണ്ടായാലേ രാജ്യത്ത് സമാധാനം ഉണ്ടാകൂ. അതിനായി അശോക ചക്രവർത്തി സ്വീകരിച്ച നയമാണേത്? ധമ്മം അഥവാ ധർമ്മം അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ എന്താണ്? അശോക ചക്രവർത്തിയുടെ ധമ്മം അഥവാ ധർമ്മം എന്ന നയത്തിൻ്റെ പ്രധാന ആശയങ്ങൾ കുറിക്കും. ഏതെങ്കിലും 4 നമ്മളുടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമുക്ക് ഏതൊക്കെ എഴുതാം? മാതാപിതാക്കളെ അനുസരിക്കുക, അതുപോലെ തന്നെ എന്താണ്? ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതിലേതെങ്കിലും 4 എഴുതുക. ഓക്കെ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കാൻ കാരണമായ യുദ്ധം ഏതായിരുന്നു? അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? അതെ, കലിംഗ വാറാണല്ലേ. കലിംഗ യുദ്ധമാണ് ആൻസർ. കലിംഗ യുദ്ധം. ദെൻ പ്രവർത്തനം 3 നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3 തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയല്ലേ. ഓക്കെ. ദെൻ നോക്കൂ. രൂപരേഖ നിരീക്ഷിച്ച് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണെന്ന് എഴുതുക. ഏതാണ്? നമുക്കറിയാം ഏതാണ്? ഇടനാടാണല്ലേ. ആൻസർ ഇടനാട്. ദെൻ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂപ്രകൃതി നൽകിയിട്ടില്ല. അതിൻ്റെ നോക്കൂ, പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ദെൻ ഭൂപ്രകൃതി, തീരപ്രദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭൂപ്രകൃതി 1 ഏതാണ്? ഭൂരിഭാഗവും വനങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരം. നമുക്ക് മനസ്സിലായല്ലോ ഏതാണ് ഭൂപ്രകൃതി? അതെ, മലനാടാണല്ലേ. ഏതാണ്? മലനാടാണ്. ദെൻ സെക്കൻഡ് നമുക്ക് പോയിൻ്റായിട്ട് എന്ത് എഴുതാം? ഉയരം കൂടിയ കുന്നുകളും മലകളും. ഉയരം കൂടിയ കുന്നുകളും മലകളും. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പ്രധാന നദികൾ ഇവിടെ നിന്നും ഉത്ഭവിക്കുന്നു. ഓക്കെ. അപ്പോൾ ഭൂപ്രകൃതി 1 ഏതാണ്? മലനാടാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭൂരിഭാഗവും വനങ്ങളാണ്. അതുപോലെ തന്നെ ഉയരം കൂടിയ കുന്നുകളും മലകളും. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പ്രധാന നദികൾ ഇവിടെ നിന്നും ഉത്ഭവിക്കുന്നു. ദെൻ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരം. ദെൻ ഭൂപ്രകൃതി തീരപ്രദേശമാണല്ലേ. മണൽ നിറഞ്ഞ ഭൂപ്രദേശം. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. ദെൻ 4ാമത്തത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം. 4ാമത്തെ ഉത്തരം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം. ഓക്കെ. ദെൻ പ്രവർത്തനം 4 നോക്കാം. 15ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2021 ഏപ്രിൽ 6 നടന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായി പാലിക്കേണ്ട ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ ക്രമപ്പെടുത്തി എഴുതുക. അപ്പം ആദ്യം ഏതായിരിക്കും വരിക? അതെ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. ദെൻ 2 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. ദെൻ 3 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 4
നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. 5 വോട്ടെടുപ്പ്. ദെൻ ലാസ്റ്റ് എന്താണ്? യെസ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറപ്പെടുവിക്കൽ ഫസ്റ്റ്, ദെൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, ദെൻ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പൗരന് പ്രായപൂർത്തി വോട്ടവകാശം നേടാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? അതെ, 18 വയസ്സാണല്ലേ. ഓക്കെ, ദെൻ പ്രവർത്തനം 5 നോക്കിയാലോ. വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധേയമായ വൻകരയാണ് ഏഷ്യ. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏഷ്യ വൻകരയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏഷ്യ വൻകരയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അതെ, ഏറ്റവും വലിയ വൻകരയാണ് ഏത്? ഏഷ്യ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. പിന്നെ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. ദെൻ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു, നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ വൻകരയുടെ ഭാഗമാണ്, ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 4 പോയിന്റ്സ് കൂട്ടുകാരിവിടെ എഴുതുക. ഓക്കെ, ഇതിന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏഷ്യ വൻകരയിലാണ്. ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, എവറസ്റ്റ് ആണല്ലേ. ആൻസർ എന്താണ്? എവറസ്റ്റ്. ദെൻ പ്രവർത്തനം 6. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ ലേഔട്ടൊക്കെ വരച്ച് എന്ത് ചെയ്യുക? ഭംഗിയായിട്ട് ചിത്രമൊക്കെ വരച്ച് ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് സന്ദേശമൊക്കെ അതിൽ എഴുതി എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ദെൻ പ്രവർത്തനം 7 നോക്കിയാലോ. ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. നമുക്ക് നൽകിയിട്ടുള്ള ആദ്യ ചോദ്യം എന്താണ്? ജനാധിപത്യം എന്നാൽ എന്താണ്? ജനാധിപത്യം എന്നാൽ എന്താണ്? എന്താണ് ജനാധിപത്യം? ജസ്റ്റ് ഡെഫിനിഷനില്ലേ എന്താണത്? അതെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പ്രവർത്തനം എങ്ങനെയാണ് ജനാധിപത്യ രീതിയെ തടസ്സപ്പെടുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. ചിത്രം നോക്കിയല്ലോ കൂട്ടുകാർ. എങ്ങനെയൊക്കെയാണ് ജനാധിപത്യ രീതിയെ തടസ്സപ്പെടുത്തുന്നത്? അതെ, ശബ്ദ മലിനീകരണമാണല്ലേ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് ശബ്ദ മലിനീകരണം? എങ്ങനെയാണ്? നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ എന്താണ്? ജനാധിപത്യം നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. നിയമങ്ങൾ തെറ്റിക്കുന്നത് എന്താണ്? ജനാധിപത്യ വിരുദ്ധമാണ്. നിയമങ്ങൾ തെറ്റിക്കുന്നത് എന്താണ്? ജനാധിപത്യ വിരുദ്ധമാണ്. ദെൻ പ്രവർത്തനം 8 നോക്കാം. ഇന്ത്യയിൽ ഭാഷ, വേഷം, ഭക്ഷണരീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? പട്ടിക പൂർത്തിയാക്കൂ. സംസ്ഥാനം. ആഘോഷം നമുക്ക് നൽകിയിട്ടുണ്ട്, പൊങ്കലാണല്ലേ. അപ്പോൾ സംസ്ഥാനം ഏതാണ്? അതെ, തമിഴ്നാടാണല്ലേ. ആസാം ആഘോഷം എന്താണ്? അതെ, ബിഹു ആണല്ലേ, ബിഹു. ദെൻ ഓണം നമുക്കറിയാം. ഏതാണ് സംസ്ഥാനം? അതെ, നമ്മുടെ സംസ്ഥാനമായ കേരളമാണല്ലേ. അപ്പോൾ തമിഴ്നാട് പൊങ്കൽ, ആസാം ബിഹു, കേരളം ഓണം. ദെൻ ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ഏതെല്ലാം? ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ. ഉത്തരേന്ത്യയിൽ ഏതാണ് പ്രധാന ഭക്ഷ്യധാന്യം? നമുക്കറിയാം, ഗോതമ്പാണ്. ദക്ഷിണേന്ത്യയിൽ പ്രധാനമായിട്ടും അരിയാണല്ലേ. ഉത്തരേന്ത്യയിൽ ഗോതമ്പ്, ദക്ഷിണേന്ത്യയിൽ പ്രധാന ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് അരിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.